ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്ത നല്ലൊരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ ആയിട്ടാണ് ഇന്ന് ആദി കാർ സ്പോർട്ട് വന്നിട്ടുള്ളത്. 2016 മോഡൽ വരുന്ന 17 രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആണ്. നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഡൽഹിയിലൊക്കെ പോയിട്ടാണ് ഈ വണ്ടികൾ എടുത്തു കൊണ്ടുവന്നാണ്ട് നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാവും വണ്ടി, അതൊക്കെ പെയിന്റിങ് ഒക്കെ ചെയ്താണ്ട് ഫുൾ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ഈ വണ്ടി സെയിലിന് വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ഇതിന്റെ വീഡിയോ തന്നെ ഇതിന്റെ എ മുതൽ സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കാം. അപ്പൊ ഇതിന്റെ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണണം. അതുപോലെ പുതിയതായിട്ട് ആൾക്കാരാണ് നമ്മളെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ വീഡിയോസും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. അതായത് നമ്മൾ ചെയ്യണതല്ലാതെ ഇപ്പൊ എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടികളൊക്കെ വരും നമ്മളത്. അതായത് ഇനിയിപ്പോ ഇന്നോവ ആണെങ്കിലും പിന്നെ ഫോർച്യൂണർ ആണെങ്കിലും ഒക്കെ ഇനി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പം ചെറു വണ്ടികൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഡൽഹിയിൽ നിന്ന് ആർക്കും നേരിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തുതരും. പിന്നെ വണ്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു വണ്ടി എടുക്കാം, എന്തെങ്കിലും ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് ഒരു വണ്ടി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. കാരണം നിങ്ങളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് വിൽക്കുമ്പം ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള മൈനസ് പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്പൊ നിങ്ങൾ എടുത്തതിനും ഒരുപാട് താഴ്ത്തിയിട്ട് നിങ്ങൾക്ക് ആ വണ്ടി ഒരാൾ കസ്റ്റമർ കൊണ്ടുപോവാം. അപ്പൊ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അതേമാതിരി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഒരു അപ്ഡേഷൻ നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നേരെ വീഡിയോ ആയിട്ട് പോകാം. 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന G4 മാനുവലിൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. അത് HR രജിസ്ട്രേഷൻ ആണ് നിലവിലുള്ളത്. ഇത് നമ്മൾ കേരളത്തിക്ക് നമ്പർ ആക്കിയിട്ട് 13,70,500 രൂപക്കാണ് ഇത് നമ്മൾ കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ടാക്സിയിൽ വേണ്ട ആൾക്കാർക്കാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കാരണം വെച്ചാൽ പിന്നെ ടാക്സ് അടക്കുന്നതിന് മുമ്പ് ടാക്സിയിലാണ് വേണ്ടെങ്കിൽ അവർക്ക് ടാക്സിയിൽ ചെയ്യാം. നിലവിൽ അത് സിംഗിൾ ഓണർഷിപ്പ് ഒക്കെ, നോ റീപ്ലേസ്മെന്റ്, അതായത് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ല. അതായത് എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്, ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരു വണ്ടി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം 4 ഫുൾ കട്ട ടയറാണ് ഉള്ളത്. അത് എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ആൻഡർകോമിങ്, നിക്ലിങ്, അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ വണ്ടി ഉള്ളത്. ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. ക്രോമിങ്, അതുപോലെ ഡിക്കിപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിൽ ഉണ്ട്. ഇനി ഈ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ, അതായത് നിലവിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ടയർ ഭാഗങ്ങളൊക്കെ ബാക്കിലെ ടയർ ഭാഗങ്ങളാണ്. ഒക്കെ അപ്പോൾ 95% ടയർ ഭാഗങ്ങളുള്ള, നമ്മൾ എടുത്ത് ഓരോന്ന് പറയുന്നില്ല. കാരണം വെച്ചാൽ 95% ടയേഴ്സ് ഉണ്ട്, ഒരു സ്ക്രാച്ചും ഇല്ല. എല്ലാ സ്ക്രാച്ചും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വണ്ടി സെയിലിന് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് ആണ് വണ്ടി. അതായത് നല്ല ഒറിജിനൽ ബമ്പർ എടുത്തിട്ടാണ് നമ്മളിത് ന്യൂ ഷേപ്പ് ആക്കിയിട്ട്, ഇതിന്റെ ആദ്യത്തെ ബമ്പർ നമ്മളടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്താണിത്. ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല് എന്നിവ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് വെച്ചതാണ്. നിലവിൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് എന്തുകൊണ്ട് ന്യൂ ഷേപ്പ് ആക്കി. നമ്മൾ അങ്ങനെ ആക്കിയതാണ്. 21 മുതൽ 23 വരെയുള്ള ഷേപ്പ് ആക്കിയതാണ്, അല്ലാതെ ബമ്പർമേൽ വേറെ എന്തെങ്കിലും തട്ടുമുട്ടുണ്ടായിട്ട് ചെയ്തതല്ല. എക്സ്റ്റീരിയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇതിന്റെ എക്സ്റ്റീരിയർ വരുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീറിംഗ് കൺട്രോൾ, ഇതാണ് ഇതിന്റെ എക്സ്ട്രാ ആയിട്ട്. നമ്മൾ G4 ഇത് ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ഓക്കെ. ഡബിൾ എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. സീറ്റ് ഉള്ളത് സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഇതാണ് ഇതിന്റെ ഫ്രണ്ടേജ്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ 7 സീറ്റർ. നല്ല ക്വാളിറ്റിയിലാണ്. അത് ഡാഷ് ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ആയിട്ട് ഒരാൾ ഉപയോഗിച്ച വണ്ടി ആയതുകൊണ്ട് ആ ഒരു നീറ്റ്നെസ് വണ്ടിക്കകത്തുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, നല്ലൊരു വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള വണ്ടിയാണ്. നല്ലൊരു 91,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. അത് സർവീസിൽ 2017 മാത്രമേ സർവീസിൽ കയറിയിട്ടുള്ളൂ. പിന്നെ
സർവീസ് കയറിയിട്ടില്ല. അതായത് ഒരു സർവീസ് മാത്രമേ കമ്പനിയിൽ കയറിയിട്ടുള്ളൂ. റൂഫ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിന്റെ റൂഫ് ഉള്ളത്. എൻജിൻ റോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റോ കാര്യങ്ങളോ പഞ്ചിങ്ങോ ഒന്നും തന്നെ ഇളകിയിട്ടില്ല. ഫുൾ ഒറിജിനാലിറ്റിയാണ് ഈ വണ്ടി. അതുപോലെ തന്നെ ഓയിൽ ലീക്കോ ന്യൂസിലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്രോണൊക്കെ സേഫാണ്. ഈ ബോണറ്റിലൊക്കെയാണെങ്കിൽ പേസ്റ്റ് സ്റ്റിക്കർ ഓക്കെയാണ്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിലാണ് ഈ വണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. മിറർ, ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വണ്ടിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ബാക്കി ഡീറ്റെയിലോ ഫോട്ടോസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇതിന്റെ സ്ക്രീനിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫോട്ടോസും നമ്മളെ നമ്പറിൽ തന്നെ വാട്സപ്പിൽ തന്നെ കാറ്റലോഗ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഡെലിവറി എടുത്തതും ഡൽഹിയിൽ നിന്ന് ഡെലിവറി എടുത്തതും എല്ലാ സംഗതികളും നമ്മൾ ആ കാറ്റലോഗ് ഉണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചത്. ഓക്കെ.